യൂറോപ്പിന് മുട്ടിടിക്കുകയാണ്. കാരണം മറ്റൊന്നുമില്ല, റഷ്യയെ ആക്രമിച്ചാൽ ഇനി ആരും ബാക്കിയുണ്ടാവില്ല എന്ന പുടിൻ്റെ ഒറ്റ വാക്കിൽ ലോകം നിശ്ചലമായി പോകും. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ ലോകസമാധാനത്തിന് മുന്നറിയിപ്പുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും റഷ്യയ്ക്ക് തന്ത്രപരമായിട്ടുള്ള പരാജയം വരുത്തുക എന്ന അടിസ്ഥാനരഹിതമായ ഫാന്റസിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പുടിൻ തുറന്നടിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന യുദ്ധ പ്രകോപനപരമായിട്ടുള്ള വാചാടോപങ്ങളെയും അമേരിക്ക മുന്നോട്ട് വെച്ച ഉക്രൈൻ സമാധാന പദ്ധതിയെ യൂറോപ്യൻ യൂണിയൻ തള്ളിക്കളഞ്ഞതിനെയുമൊക്കെ പുടിൻ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് യുദ്ധം ചെയ്യുവാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്ന് വ്യക്തമാക്കിയ റഷ്യൻ നേതാവ്, എന്നാൽ റഷ്യയെ ആക്രമിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തുനിഞ്ഞാൽ അതിന്റെ അനന്തര ഫലങ്ങൾ അങ്ങേയറ്റം ഭയാനകരമായിരിക്കുമെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. സമാധാനത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുന്ന യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾ മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയാണ് എന്ന് റഷ്യൻ നേതൃത്വം വിശ്വസിക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയ്ക്ക് തന്ത്രപരമായിട്ടുള്ള പരാജയം വരുത്തുമെന്നുള്ള ഫാന്റസി വളർത്തിയെടുക്കുവാൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഈ മിഥ്യാധാരണകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വ്ളാഡിമിർ പുടിൻ്റെ ഒരു നിരീക്ഷണം കൂടിയാണ്. അതായത് റഷ്യയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, അത്തരത്തിലൊരു ഫാന്റസിയിലേക്ക് യൂറോപ്യൻ യൂണിയനുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മടികൂടാതെ പറയാൻ കാരണം റഷ്യയുടെ യുക്രൈൻ യുദ്ധം അടക്കമുള്ളവയിലെ പിന്നാമ്പുറ കഥകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ യൂറോപ്യൻ നേതൃത്വത്തിന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത്തരമൊരു ഫലം എന്ന് പറയപ്പെടുന്ന തുടക്കം മുതൽ അസാധ്യമായിരുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ നേതൃത്വത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കഴിയാത്തത്? യഥാർത്ഥത്തിൽ യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് അമേരിക്കൻ പിന്തുണയോടെ മുന്നോട്ട് വന്ന സമാധാന നിർദ്ദേശത്തെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ അത് മനഃപൂർവ്വം വഴിതെറ്റിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പുടിൻ്റെ ആരോപണം എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയന് സമാധാനപരമായിട്ടുള്ള ഒരു അജണ്ടയില്ല, അവർ യുദ്ധത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു. ഇതൊക്കെയാണ് പുടിൻ്റെ വാദങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ നവംബറിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തെ പാശ്ചാത്യ പിന്തുണക്കാർ റഷ്യയ്ക്ക് അനുകൂലിക്കുന്നതായിട്ട് പരിഹസിക്കുകയും റഷ്യ നിർമ്മിതി വിരുദ്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുന്നു. പക്ഷെ അപ്പോഴും യുദ്ധവും സമാധാനവും അകലെയാണ് എന്നാണ് ജനങ്ങളും രാജ്യവും വിശ്വസിച്ചിരുന്നത്. ഇവിടെ യൂറോപ്പിലെ സമീപകാല സംഭവ വികാസങ്ങൾ ആശങ്കാജനകമാണെന്ന് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജർമ്മൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ബോറിസ് പിസ്റ്റാരിയോസ് നവംബർ 2028 റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സാധ്യമായേക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. കൂടാതെ ഉക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കുവാനുള്ള ആശയം ഫ്രാൻസ് മുന്നോട്ട് വെച്ചതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വർദ്ധിച്ചു വരുന്ന യുദ്ധക്കൊതിയുള്ള വാചാടോപങ്ങൾ യൂറോപ്പിനെ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ടോ നാറ്റോയുമായിട്ടോ പോരാടാൻ റഷ്യക്ക് പദ്ധതിയില്ല എന്ന് റഷ്യൻ നേതാവ് ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഭയക്കുന്നത്? എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഒരു യുദ്ധം ആരംഭിച്ചാൽ സംഭവങ്ങൾ വളരെ വേഗത്തിൽ ഒരു ഘട്ടത്തിലെത്താൻ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ ആരും തന്നെ അവശേഷിക്കില്ല എന്ന രൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പാണ്. പക്ഷെ അതിന് പകരമായിട്ട് വ്ളാഡിമിർ പുടിൻ നൽകുന്നത്, നിങ്ങളൊന്ന് യുദ്ധം ചെയ്തു നോക്കൂ, പിന്നെ കാണില്ല ആരും ചർച്ച ചെയ്യുവാനും സംസാരിക്കുവാനും. ഇതാണ് റഷ്യയുടെ ഭീഷണി എന്ന് പറയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ വർദ്ധിപ്പിക്കുന്ന സൈനിക ചെലവുകളെയും ആവിഷ്കരിച്ച 800 ബില്യൺ യൂറോയുടെ പദ്ധതിയെയും പ്രതിരോധ ചെലവിനെയും GDP-യുടെ 5% ഉയർത്തുവാനുള്ള നാറ്റോ അംഗങ്ങളുടെ പ്രതിജ്ഞയും ഒക്കെ തുറന്നു കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ. ഈ സൈനിക ചെലവ് വർധനവിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അടിസ്ഥാനരഹിതമായിട്ടുള്ള റഷ്യൻ ഭീഷണി ഉദ്ധരിക്കുകയാണ്. ഇതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. റഷ്യൻ ഭീഷണി എന്ന വാദം അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആയുധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുവാനും അമേരിക്കയുടെ സൈനിക വ്യാവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള ഒരു ഉപായം മാത്രമാണ് എന്നാണ് റഷ്യയുടെ നിലപാടെന്ന് പറയുന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യയുടെ നിലപാട് എത്രത്തോളം ഉറച്ചതാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തരത്തിലേക്കായിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ പാശ്ചാത്യ ശക്തികൾ ഒന്നാകെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ പാശ്ചാത്യ ശക്തികളുടെ നയങ്ങൾ എന്ന് പറയപ്പെടുന്ന ആഗോള സുരക്ഷയെ ഗുരുതരമായി അപകടപ്പെടുത്തുന്നതാണ്,
സമാധാനപരമായിട്ടുള്ള നയതന്ത്രത്തിന് റഷ്യൻ പക്ഷം ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ പ്രകോപനം സൃഷ്ടിച്ച് റഷ്യക്കെതിരെ യുദ്ധം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകരമായിരിക്കും എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്നത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ ഗൗരവമായി കാണേണ്ടതും അത്തരത്തിൽ എടുക്കേണ്ടതുമാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് മിഥ്യാധാരണകൾ ഉപേക്ഷിച്ച് സമാധാനത്തിന്റെയും യാഥാർത്ഥ്യബോധത്തിന്റെയും പാതയിലേക്ക് തിരിയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. റഷ്യയുടെ ഈ അന്ത്യശാസനം ലോകം ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ആ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ മിസൈലുകൾ അടക്കമുള്ള യുദ്ധം തുടങ്ങുവാൻ നിമിഷ നേരം വേണ്ടിവരില്ല റഷ്യക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുവാൻ ഏതെങ്കിലും രാജ്യക്കാർ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു യുദ്ധത്തിന്, സമയബന്ധിതമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ചിലപ്പോൾ അവർ തയ്യാറായിരിക്കും. റഷ്യയെ തകർക്കുവാനോ റഷ്യയെ തളർത്തുവാനോ ശ്രമിക്കുന്നത് ഒരു ലോകരാജ്യത്തിനും നല്ലതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ആഗോള തലത്തിൽ ഒരു സമാധാന സന്ദേശം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതുവരെയും ലോകം. പക്ഷേ യൂറോപ്യൻ യൂണിയനുകളുടെ ഈ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് റഷ്യയെ പ്രകോപിപ്പിച്ച് വീണ്ടും യുദ്ധത്തിനുള്ള സാധ്യതകൾ ആരായുക, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.